ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 3 ആഴ്ച കൊണ്ട് 4601 ആളുകളുടെ പൗരത്വം റദ്ദാക്കി കുവൈത്ത്. ലോക മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ രൂപത്തിൽ ഇതൊരു ചർച്ചയാകുകയാണ്. ഒരു രാജ്യം ഒരു കാരണവുമില്ലാതെ, മതിയായ തെളിവുകളും കാരണങ്ങളുമില്ലാതെ ഒരു വ്യക്തിയുടെ പൗരത്വം റദ്ദ് ചെയ്യില്ല. ഒരാൾക്ക് നൽകിയ പൗരത്വം അത് മരണം വരെ അയാളോടൊപ്പം തന്നെ ഉണ്ടാകും. പക്ഷേ നിർണായകമായ ചില സാഹചര്യങ്ങളിൽ ഈ നിയമം മാറ്റേണ്ടി വരികയാണ് കുവൈത്തിന്. വ്യാജരേഖയുണ്ടാക്കി കുവൈറ്റിന്റെ പൗരത്വം നേടുകയോ മറ്റൊരു പൗരത്വം കൈവശം വയ്ക്കുകയോ ചെയ്തതിനാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ഇവര് നിലാവ് നോക്കി കക്കാനിറങ്ങിയതാണ് പ്രശ്നമായത്. 2 പൗരത്വമുണ്ട് എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള കുറ്റമാണ്. ഇക്കഴിഞ്ഞ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്നിട്ട് എനിക്ക് 3 പാസ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെ ഒരുപാട് ആളുകൾ എടുത്തു വിമർശിച്ചു. പല രാജ്യത്തിന്റെ പൗരത്വം കയ്യിൽ വെക്കുന്നത് തെറ്റാണ്. 3 രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളെയും അവർ കബളിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 1647 പൗരന്മാരുടെ പൗരത്വമാണ് കുവൈത്ത് പിൻവലിച്ചത്. വ്യാജ പൗരത്വമോ ഇരട്ട പൗരത്വമോ ഉള്ള 7125 ആളുകൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ വഴി പരാതി ലഭിച്ചു. ബാക്കി കേസുകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം കൈവശം വെച്ചതിന് മാർച്ച് മുതൽ 100 കണക്കിന് ആളുകളുടെ പൗരത്വമാണ് പിൻവലിക്കപ്പെട്ടത്. അനധികൃതമായി കുവൈത്ത് പൗരത്വം നേടി സർക്കാർ ശമ്പളവും ആനുകൂല്യങ്ങളും നേടിയവരെ അടുത്തിടെ കോടതി 10 വർഷം വീതം തടവിന് ശിക്ഷിച്ചിരുന്നു. ഓരോ രാജ്യത്തും വലിഞ്ഞു ചെന്ന് പിടിച്ചു കയറി ആ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങളും അവിടുത്തെ ശമ്പളവും പണവും ഒക്കെ കണ്ട് കണ്ണുമിഴിച്ചു കഴിയുമ്പോൾ വ്യാജരേഖകൾ ഉണ്ടാക്കി ധാർഷ്ട്യവും അഹങ്കാരവും സമ്പത്തിനോടുള്ള ഭ്രമവും മൂത്ത് ഇത് പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പോലും മറന്ന് അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുവാണ്. പല രൂപത്തിലും ഇത്തരത്തിലുള്ള വ്യാജ പൗരത്വവും ഇരട്ട പൗരത്വവും പല സന്ദർഭങ്ങളിലും പിടിക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നു, അറിയുന്നു. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കുന്ന കേസ് എമ്പാടുമുണ്ട്. ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും നിരന്തരം പിടിക്കപ്പെടുന്നു എന്ന് കരുതി അത്തരം വാർത്തകൾ ആവർത്തിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. മയക്കുമരുന്നാണെങ്കിലും ഇങ്ങനെ മലദ്വാർ ഗോൾഡ്, ഉമ്മറം ഗോൾഡ് വിവിധ രൂപത്തിലൂടെ സ്വർണം കടത്തുന്ന കേസുകൾ നമ്മൾ കാണുന്നു. അവരുടെ ചിത്രം സഹിതം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു മാധ്യമങ്ങളിലൂടെ. എന്നാൽ ആളുകൾ അറിയുന്നു, നാണക്കേടാണ്, കേസ്, പ്രശ്നം, നൂലാമാലകൾ എന്ന് കരുതി അതിനെ ഭയന്ന് ആരെങ്കിലും ആ കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാറുണ്ടോ? ഏത് രാജ്യത്ത് പോയാലും ശരി, നമ്മള് വന്ന വഴി മറക്കരുത് എന്ന് പറയാറില്ലേ, നാട് മറക്കരുത് എന്ന് പറയാറില്ലേ? നമ്മൾ എപ്പോഴും നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഏതെങ്കിലും രാജ്യങ്ങളിൽ ചേക്കേറി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം മുഴുവനും നമ്മുടെ തലയ്ക്ക് മീതെയാണ് കറങ്ങുന്നത് എന്ന ഒരു ചിന്തയുണ്ടല്ലോ. ഇതിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇല്ല, നൂബർ ശർമ്മയുടെ ഒക്കെ വിഷയം വന്ന സമയത്ത് ഈ കേരളത്തിൽ നിന്നും കുവൈത്തിലെത്തിയ ഒരുപാട് ആളുകൾ ഇന്ത്യൻ സാധനങ്ങൾ ബഹിഷ്കരിക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. ഇന്ത്യൻ പ്രോഡക്റ്റുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും എടുത്ത് വെളിയിലേക്ക് എറിയുന്നു. ഒടുവിൽ ആ രാജ്യം ഇവർക്ക് ട്രാവൽ ബാൻ കൊടുത്തു. കാരണം ഇന്ന് സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവർ നാളെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. തന്നെയുമല്ല, ഇത് 2 രാജ്യങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അവർക്ക് തക്കതായ രൂപത്തിൽ ശിക്ഷ വിധിച്ചു.
ഏത് രാജ്യത്ത് പോയാലും നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പൊ അബ്ദുറഹീം 34 കോടി രൂപയും കൊടുത്തിട്ട് രക്ഷപ്പെട്ടോ? ഇല്ല. നാട് കടത്താനാണ് സൗദി കോടതിയുടെ വിധി. അവിടെ പോയി ഒരു ബാലനെ അടിച്ചു കൊന്നതു മാത്രമല്ല, ആ കുറ്റകൃത്യം മറയ്ക്കുന്നതിനു വേണ്ടി മറ്റൊരു കഥ അവിടെ ഉണ്ടാക്കുകയാണ്. വേറൊരു പാവത്താനെ കൂടെ പിടിച്ച് ഇതിനകത്ത് പ്രതി ചേർക്കുവാണ്. നമ്മുടെ കയ്യിൽ നിന്നും ഒരു ആപത്ത് സംഭവിച്ചു, ശരി, ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനോ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനോ അല്ല അയാൾ ശ്രമിച്ചത്. 3 മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അയാളുടെ കഫീലിനെ വിളിച്ച് പറയാം. മകനുമായിട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് അല്ല, അയാൾ അടിച്ചതാണ്. 2, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. 3, അതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാം. ഇതിനൊക്കെ ഉപരി മലയാളിയുടെ പൊളിയായിട്ടുള്ള വിളഞ്ഞ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിച്ചത്. അപ്പൊ എന്ത് സംഭവിച്ചു? 18 വർഷം ജയില്. ഇന്ന് പുറത്തു വരും, ഇപ്പൊ പുറത്തു വരും, നാളെ പുറത്തു വരും, പിന്നെ പുറത്തു വരും. എവിടെ? ഇങ്ങനെ പോകുന്നു. നിമിഷപ്രിയ യമനിൽ പോയി, ഭർത്താവും മകളും ഒക്കെയായി പോയി, കുറച്ച് നാൾ ജോലി ചെയ്തു, വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവർക്ക് സ്വന്തമായി യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണം എന്ന് തോന്നുന്നു. നിമിഷപ്രിയ നഴ്സാണ്. പിന്നീട് ഭർത്താവിനെയും മകളെയും നാട്ടിൽ വിട്ടിട്ട് ഇവർ ഒറ്റയ്ക്ക് പോകുന്നു. അയാളുമായി വിവാഹം കഴിക്കുന്നു, രജിസ്റ്ററുകൾ ഉണ്ടാക്കുന്നു, വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ ഉണ്ടാക്കുന്നു. പാസ്പോർട്ട് തലാൽ എന്ന് പറയുന്ന യമൻ പൗരന്റെ കയ്യിലാകുന്നു. മറ്റൊരു രാജ്യത്ത് വേറെ ഒരു രാജ്യക്കാർക്ക് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള പരിമിതികൾ കാരണം തലാൽ എന്ന് പറയുന്ന ഈ യുവാവിൻ്റെ പേരിൽ ഇവർ 2 പേരും കൂടി അസോസിയേറ്റ് ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഇവർ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നു. അതിനിടയിൽ ഇവർ ഒരുപാട് ലൈംഗിക, സാമ്പത്തിക, ശാരീരിക, മാനസിക ചൂഷണങ്ങൾക്ക് വിധേയായി എന്നിവർ പറയുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇയാൾക്ക്, ഈ പെണ്ണിന്, നിമിഷപ്രിയയ്ക്ക് പാസ്പോർട്ട് കയ്യിലാക്കണം, നാട് പിടിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു. അമിത ലാഭം മോഹിച്ചിട്ട് ചെയ്തതാണ് ഇതൊക്കെ എങ്കിൽ പോലും പിന്നീട് തിരിച്ചറിഞ്ഞപ്പോഴേക്കും നേരം വൈകിപ്പോയി, കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇയാൾക്ക്, അവളും നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ വേറൊരു നേഴ്സ് സുഹൃത്തും കൂടി ചേർന്നിട്ട് അമിതമായ അളവിൽ മയക്കുമരുന്ന് നൽകുന്നു. കുറച്ച് ഓവർഡോസ് ആയിപ്പോയി. അങ്ങനെ ആള് മരിക്കുന്നു. പിന്നീട് മരിച്ചു. എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രമിച്ചത് പീസാക്കാനാണ്. അങ്ങനെ കഷ്ണം കഷ്ണമാക്കി പോളിത്തീൻ കവറുകളിനകത്താക്കി വാട്ടർ ടാങ്കിനകത്ത് ഉപേക്ഷിച്ച് പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ ജോലിക്കെത്തുന്ന നിമിഷപ്രിയ. ഇന്നല്ലെങ്കിൽ നാളെ താൻ ഈ കുറ്റകൃത്യത്തിന് പിടിക്കപ്പെടും എന്ന ബോധമുണ്ടെങ്കിൽ വേറെ ഒരു രാജ്യത്താണ് നിൽക്കുന്നത്. ഈ രാജ്യത്ത് ഇവിടത്തേതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. എന്തായിരുന്നാലും ശരി, ഇവിടുത്തെ ഒരു പൗരനെ കൊന്ന ആളാണ് ഞാൻ. എനിക്ക് ഈ രാജ്യം മാപ്പ് നൽകില്ല. തിരിച്ചറിയണമായിരുന്നു. നമ്മൾ കണ്ണു മഞ്ഞളിക്കും ചില ആളുകളുടേത്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്തും ചെയ്യും. അല്ലല്ലോ, കോൺസിക്വൻസസിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണല്ലോ. ഇത്തരം സംഭവങ്ങൾ നിരന്തരം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പര്യവസാനം. ഇരട്ട പൗരത്വവും കയ്യിൽ വെച്ചിട്ട് കുവൈത്തിലെ സർക്കാർ ജോലിക്ക് വേണ്ടിയും മറ്റും ചെന്ന് കയറിക്കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ചില വ്യാജ ഡോക്ടർമാർ പിടിക്കപ്പെടുന്നത് പോലെ, ചില വ്യാജ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്നത് പോലെ താനും പിടിക്കപ്പെടുമെന്നും അന്ന് ഈ രാജ്യം നമുക്ക് തരുന്നത് നമ്മൾ അർഹിക്കുന്നതിലും അധികം ശിക്ഷയാണെന്നും ഇത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹ കുറ്റമാണെന്നും തിരിച്ചറിയാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കേണ്ട, സാമാന്യ ബോധം മാത്രം മതി. നന്ദി.